പട്ടികജാതിക്കാർക്ക് ഇപ്പോഴും നീതി ലഭ്യമായിട്ടില്ലെന്നും നീതി ലഭ്യമാകാൻ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും അംബരീക്ഷൻ മാസ്റ്റർ. KPMS 681 നമ്പർ ഇടക്കൊച്ചി ശാഖയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അയ്യങ്കാളിയുടെ 162ാമത് അവിട്ടം ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PK പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ആദരിച്ചു. മഹാത്മാ ഗുരു അയ്യൻകാളിയുടെ 162ാമത് അവിട്ടം ജന്മദിനാഘോഷം KPMS 681 നമ്പർ ഇടക്കൊച്ചി ശാഖ സമുചിതമായി ആഘോഷിച്ചു. അംബരീഷൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അംബേദ്കർ ഉപയോഗിക്കുന്ന ഭരണഘടനയിൽ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രറ്റേണിറ്റി. ഇത് സമത്വമാണ്. അത് ഒരുപക്ഷെ അംബേദ്കർ പഠിച്ചത് മഹാനായ അയ്യങ്കാളിയിലായിരിക്കണം. ഒരു തർക്കം ഇക്കാര്യത്തിൽ വേണ്ട. അദ്ദേഹം ഭരണഘടനയിൽ പറയുന്ന കാര്യം അത് തന്നെയാണ്. നമ്മള് ലിബർട്ടി, സ്വാതന്ത്ര്യം വേണം, സമത്വം വേണം, സാഹോദര്യം വേണം. സാഹോദര്യമാണ് ഏറ്റവും വലുത്. സാഹോദര്യമാണ്. ആ സാഹോദര്യമാണ് നമ്മളെ, ആ സാഹോദര്യം ഇല്ലായ്മയാണ് നമ്മുടെ തകർച്ചയുടെ ഒരു കാരണം കൂടി മനസ്സിലാക്കി. മഹാത്മാ അയ്യങ്കാളിയെ കുറിച്ച് ആദ്യമായിട്ട് ഇന്ത്യയിൽ, ലോകത്ത് തന്നെ ഒരു ചെറിയ ലേഖനം വരുന്നത് SNDPയുടെ ഒരു വാരികയാണ്. രണ്ടാമത് വരുന്ന അദ്ദേഹത്തിന്റെ മരുമകനായ വെഞ്ഞാറമൂട് സുരേന്ദ്രന്. പിന്നെ നൂറുകണക്കിന് ബുക്കിപ്പേണ്ടി നമ്മുടെ രാജ്യത്ത് നൂറുകണക്കിന് നമ്മുടെ പുസ്തകശാലകളിൽ 100 പുസ്തകങ്ങളുണ്ട്. പക്ഷെ ഈ പുസ്തകങ്ങളെല്ലാം, ഈ പുസ്തകങ്ങൾക്ക് ഇതെഴുതിയ ചരിത്രകാരന്മാര് നമ്മളെ പറ്റിച്ചിട്ടുണ്ട്, നമ്മളെ വഴിതിരിച്ചു വിട്ടിട്ടുണ്ടെന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. പട്ടികജാതിക്കാർക്ക് ഇപ്പോഴും നീതി ലഭ്യമായിട്ടില്ലെന്നും നീതി ലഭ്യമാക്കാൻ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും അംബരീഷൻ മാസ്റ്റർ പറഞ്ഞു. PK പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KPMS 1970 രൂപീകരിച്ചതിന് ശേഷം നാളിതുവരെ നമ്മൾ അയ്യങ്കാളിയുടെ ജന്മനക്ഷത്രമായ അർത്ഥം മാത്രമാണ് നമ്മളിതിനെ ആഘോഷിച്ചു പോകുന്നത്. അതിനുപരിയായി ഇപ്പോൾ നമുക്ക് സംസ്ഥാന സർക്കാർ ഇതിനൊരു അവധി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് August 28. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ദിവസങ്ങളിലായിട്ട് അത് വരുന്നത്. അന്ന് അവധികൾ ഡിക്ലെയർ ചെയ്ത അന്ന് മുതൽ, അതായത് 1900 ഇവര് 4-5 വർഷമായിട്ടുള്ള ഈ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ന് മുതൽ ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ തലത്തിലും ഇത് അയ്യങ്കാളി ജന്മദിനമായ അർത്ഥം ദിനത്തിന് തന്നെ നമ്മുടെ അവധി അംഗീകരിച്ച് പുനഃപരിശോധിച്ച് അത് ക്രിയാകാരിക്ക് തരണം എന്നതിനെ കുറിച്ച് സംസ്ഥാന തലത്തിൽ നമ്മൾ അതുകൊണ്ട് നിവേദനം നൽകിയിട്ടുണ്ട്. PK രാജൻ, VM വിജയൻ, PS ചന്ദ്രൻ, PS ബിജു തുടങ്ങിയവർ സംസാരിച്ചു. കേരള സർക്കാർ അദ്ദേഹത്തിന്റെ ജന്മദിനമായ August 28 ആ ദിവസമാണ് സർക്കാർ അവധി പ്രഖ്യാപിക്കുകയും ആ ദിവസം പല സംഘടനകളും മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനമായി ആഘോഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ KPMS എന്ന പ്രസ്ഥാനം കാലാകാലങ്ങളായി ജന്മദിനം ആഘോഷിച്ചു വരുന്നത് ഈ ചിങ്ങമാസത്തിലെ അവിട്ടം നക്ഷത്രം വരുന്ന ഈ ദിനമാണ്. കലാകായിക വിദ്യാഭ്യാസ മേഖലകളിൽ മികവ് പുലർത്തിയവരെ ഡോക്ടർ നിതിൻ ചന്ദ്രൻ, ഡോക്ടർ അഞ്ജലി ശിവദാസ് എന്നിവർ ചേർന്ന് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.